ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ചന്ദ്രയ്ക്കാണെങ്കിലും സച്ചിയോട് ചെറുതായിട്ടാണെങ്കിലും സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചെമ്പരപ്പൂ നല്ല ഹാപ്പിനെസ് മൂഡിലാണല്ലേ പോകുന്നത്. ഇനി അടുത്ത പ്രമോ കാണിച്ചു, അതിനകത്താണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത നല്ല നല്ല എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷമായി പോകുന്നതിനിടയിൽ നമുക്ക് വരാൻ പോകുന്നൊരു എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്യുന്നൊരു എപ്പിസോഡ് വരാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്തിന് വർഷയെ നേരത്തെ കല്യാണം ആലോചിച്ചിരുന്ന ചെറുക്കനില്ലേ, അയാൾ കുറേ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുകയാണ്. ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സച്ചി ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ സച്ചിയും ശ്രീകാന്തും തമ്മിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ടല്ലേ. മാത്രമല്ല സച്ചിയോടായിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ഞാൻ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അന്നത്തെ ദേഷ്യത്തിൽ പറയുന്നതാണ്, നീ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ രേവതിയും വർഷയും എല്ലാം അവിടെ തന്നെ നിൽക്കുന്നത്. രേവതിക്കറിയാം അതൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് സച്ചി പറഞ്ഞതാണെന്ന്. ശ്രീകാന്തിനും അറിയാം സച്ചിയുടെ സ്വഭാവം എന്താണെന്ന്. എന്നാൽ വർഷ ശ്രീകാന്തിനെ ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് വർഷ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ ശ്രീകാന്തിനെ ഈ ഒരു പരുവത്തിലാക്കിയത് സച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട്. അതായത് ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ശ്രീകാന്ത് ബോധരഹിതനായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നീട് ബോധം തെളിയുന്ന സമയത്താണ് സച്ചിയേട്ടനല്ല, അത് വേറെ ആരാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നുള്ള സത്യം ശ്രീകാന്ത് തുറന്നു പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു ശ്രീകാന്ത് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ചന്ദ്ര അടക്കം എല്ലാവരും തന്നെ സച്ചിയെ കുറ്റപ്പെടുത്തിയാണ് നിന്റെ ദേഷ്യം എന്ന് വർഷമോളുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, ശ്രീകാന്തിന്റെ കാല് തട്ടി ഓടിക്കുന്നത്, അതുപോലെയൊക്കെ നീ ചെയ്തുവല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇത് രവി അടക്കം സച്ചി നിന്റെ ദേഷ്യമാണ് നിന്നെ ഇങ്ങനെ ഒരു കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചത്, അതുകൊണ്ട് തന്നെ നീ കുറച്ചും കൂടിയൊക്കെ മയത്തിൽ പെരുമാറാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് സച്ചിയെ ചേർത്ത് നിർത്തി തൻ്റെ ഒപ്പം തന്നെ നിർത്തുക. അതായത് ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ സച്ചിയുടെ കൂടെ എല്ലാവിധ സപ്പോർട്ടോടു കൂടി തന്നെ കൂടെ നിൽക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. പിന്നീട് ഈ ശ്രീകാന്ത് പറഞ്ഞ പ്രകാരം ശ്രീകാന്ത് ബോധം വരുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തത് സച്ചിയേട്ടനല്ല എന്ന് പറയുമ്പോഴാണ് സച്ചിയുടെ നിരപരാധിത്വം എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. ആ ഒരു സമയത്ത് സച്ചി അനുഭവിക്കുന്ന മാനസികാവസ്ഥയും മറ്റും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഭാഗമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.